എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു സാധനം കാണിച്ചു തരാം. അതായത് ശ്രീറാം എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, ഇതിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എല്ലാ മുസ്ലിം ഗ്രൂപ്പുകൾക്കും എത്തിച്ചു കൊടുക്കും. ഒന്ന് വായിക്കട്ടെ, ഞാൻ വായിച്ചു തരാം. എൻ്റെ പോസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, ഇതേത് പോസ്റ്റാണെന്നും അറിയില്ല. അഹമ്മദ് തമ്പുരാൻ കുരിശു എന്തോ സ്ക്രീൻഷോട്ട് മാക്സിമം എന്താണ് ജോൺസൺ KD, നിൻ്റെ ഈ സ്ക്രീൻഷോട്ട് മാക്സിമം മുസ്ലിം ഗ്രൂപ്പുകളിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ബ്രാൻഡായ ഓക്കെ, അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് വായിക്കില്ല. ഞങ്ങൾ വാങ്ങണോ എന്ന് ഞങ്ങൾക്കും തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, മാക്സിമം പബ്ലിസിറ്റി തരാം. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? നിയമപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് സമൂഹത്തോട് ഇതിനെക്കുറിച്ച് സംവദിച്ചുകൊണ്ടിരിക്കുക എന്നും ഇത് തെറ്റാണ് എന്നൊരു ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു കട നടത്തുന്നു, ഇന്നലെ വരെ എൻ്റെ കടയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് എൻ്റെ കടയിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചു, അയാളത് പ്രഖ്യാപിച്ചു. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ മറികടക്കാനുള്ള മെക്കാനിസം സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. നേരത്തെ ഞാൻ പറയാമെന്ന് പറഞ്ഞ സാധനം, ഇത് ഒരു മുസ്ലിം ഓണർഷിപ്പിലാണ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടൊരു ബാർ ഹോട്ടൽ നടത്തുന്നു. അതിൻ്റെ പ്രൊപ്പറേറ്ററുടെ പേര് നോക്കിയപ്പോൾ അതൊരു മുസ്ലിം നാമധാരിയാണ്. അതുകൊണ്ട് ശ്രീരാമസേനയുടെ എല്ലാ പ്രവർത്തകരും ഇത് മാക്സിമം പ്രചരിപ്പിച്ച് ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം വർഗീയമായിട്ട് ഈ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ ഉണ്ട്. ഞാൻ പറയുന്നത് നിലമ്പൂർ ആയിഷയുടെ കാലത്ത് നിന്ന്, നിലമ്പൂർ ആയിഷ നാടകത്തിൽ അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് നിന്ന് കേരളം മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ചേകനൂർ മൗലയുടെ കാലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ആ മാറ്റത്തെ ത്വരിതപ്പെടുത്താനും ആ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക. എന്നെ സംബന്ധിച്ച് വ്യക്തി എന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംവാദാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നാണ്. അതിന് ഞാൻ മതവിമർശനം തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത ഒരു തുടക്കം, ഞാനാണത് തുടങ്ങി വെച്ചത്. മതത്തെ വിമർശിക്കുന്നവൻ്റെ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ വ്യക്തി ഞാനാണ്. ഫോൺ നമ്പർ ചെയ്യുന്ന വീഡിയോകളിൽ എഴുതിയിട്ടിട്ട് മതവിമർശനം നടത്തിയ ആൾ ഞാനാണ്. അത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അതിന് അക്കൗണ്ടബിൾ ആണെന്നും അതിനോട് സംവദിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു. എൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിലെ അനുഭവം എന്ന് പറയുന്നത് പൂരത്തെറിയായിരുന്നു. തെറി, നീ പുറത്തേക്ക് ഇറങ്ങടാ, നിൻ്റെ കാലുണ്ടാവില്ല, കൈ ഉണ്ടാവില്ല, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, എന്തൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അവരോടൊക്കെ പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനം ഉണ്ടോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റാണോ പരിശോധിക്കാം, വിമർശനമുണ്ടോ പറയൂ, നമുക്ക് പരിഗണിക്കാം. എൻ്റെ അനുഭവം കാലക്രമേണ കോളുകളുടെ സ്വഭാവം മാറിയെന്നും പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന മൂല്യന്മാരും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും പഠിക്കുന്ന കുട്ടികളും വളരെ സ്വസ്ഥമായി സമാധാനമായും വിമർശിക്കാനും അല്ലാതെയും ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് സംവാദാത്മകത സൃഷ്ടിക്കുകയും എല്ലാവരെയും വിമർശിക്കുന്ന ഒരു കാലം വരും ചെയ്താൽ എല്ലാ കടയിൽ നിന്നും എല്ലാവരും സാധനം മേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ആ ഒരു പോസ്റ്റോ കമൻറ്റോ ഒക്കെ ആളുകളൊന്നും അവഗണിക്കുന്ന ഒരു കാലം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കായികമായിട്ടുള്ള പ്രശ്നം, ഒരാളെ ആക്രമിക്കുക, ക്രിമിനലായിട്ട് ഒരാളെ ഉപദ്രവിക്കുക, ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അത് വേറെ ഒരു പ്രശ്നമാണ്. അത് നിയമപ്രശ്നമാണ്, നിയമത്തിന് മുമ്പിൽ വരാം. മറ്റേതിപ്പോൾ എൻ്റെ ഫാമിലിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പുറത്താക്കി. പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇമോഷണലി. എൻ്റെ വീട്ടുകാർ ഇനി എന്നെ ഒരു കാര്യത്തിനും പങ്കെടുപ്പിക്കേണ്ട, അവിടെ നടക്കുന്ന കല്യാണങ്ങളിലും വീട് കയറി താമസത്തിലും മരണങ്ങളും ഒന്നും എന്നെ അറിയിക്കേണ്ട എന്ന് ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ 5-6 വർഷത്തോളം അത് മുന്നോട്ട് പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ നാളെ മുതൽ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്നാൽ ആ ഒരു ബഹിഷ്കരണം അത് മാനവിക വിരുദ്ധമാണെന്നും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് തെറ്റാണെന്നും അത്തരമൊരു പ്രചോദനം നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ മതമാണെന്നും ആ മതം ഇങ്ങനെ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നുണ്ട്, ശത്രുത ഉണ്ടാക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൽ സംവാദങ്ങൾ നടക്കുകയും അത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം ഇത് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെ അനുസരിക്കുന്ന ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇതിന് ചെയ്യാവുന്നൊരു കാര്യം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബാക്കി കാര്യങ്ങൾ പക്ഷേ നിയമപരമായി നേരിടേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്.